വെൽക്കം ബാക്ക് ടു അക്കാദമിക് പൾസ്. ഇറ്റ്സ് മീ അതിഥി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വായനാദിന ക്വിസിൽ ഉറപ്പായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങളുമായിട്ടാണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഇന്ന് കാണുക. കേരള സംഗീത നാടക അക്കാദമിയുടെ മുഖപത്രം കേളി. ചിലപ്പതികാരം ആരുടെ കൃതിയാണ്? ഇളങ്കോവടികൾ. ഏതു മുഗൾ ചക്രവർത്തിയാണ് ആത്മകഥ രചിച്ചിട്ടുള്ളത്? ബാബർ. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരതാ നഗരം ഏതാണ്? കോട്ടയം. കേരളത്തിൽ സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യത്തെ ജില്ല ഏതാണ്? എറണാകുളം. കൊഴിഞ്ഞിയിലകൾ ആരുടെ ആത്മകഥയാണ്? ജോസഫ് മുണ്ടശ്ശേരി. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കുട്ടികൾക്കായി പ്രസിദ്ധീകരിക്കുന്ന ശാസ്ത്ര മാസിക ഏത്? യുറീക്ക. കുട്ടേട്ടൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നതാര്? കുഞ്ഞുണ്ണി മാഷ്. ഭൂമിക്കൊരു ചരമഗീതം എന്ന കവിത ആരുടേതാണ്? ONV കുറുപ്പ്. കേരള ചരിത്രത്തെ കുറിച്ച് കേരള പഴമ എന്ന കൃതി രചിച്ചതാരാണ്? ഹെർമൻ ഗുണ്ടർ. ചിത്ര ശില്പ കലകൾക്കായി കേരള ഗവൺമെന്റ് നൽകുന്ന പുരസ്കാരം ഏത്? രാജാ രവിവർമ്മ പുരസ്കാരം. സൂസന്നയുടെ ഗ്രന്ഥപുര എന്ന നോവൽ രചിച്ചതാര്? അജയ് പി മങ്ങാട്ട്. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സ്ഥാപക ഡയറക്ടർ ആര്? NV കൃഷ്ണവാര്യർ. കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രസിദ്ധീകരണം ഏതാണ്? തളിര്. കുഞ്ഞുണ്ണി മാഷിന്റെ ജന്മനാട് ഏതാണ്? വലപ്പാട്, തൃശൂർ. നിങ്ങൾ ഓർക്കുക നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന് ആരുടെ വരികളാണിത്? കടമ്മനിട്ട രാമകൃഷ്ണൻ. നളചരിതം ആട്ടക്കഥ ആരുടെ കൃതിയാണ്? ഉണ്ണായി വാര്യർ. പരീക്കുട്ടി എന്ന കഥാപാത്രം ഏത് കൃതിയിലേതാണ്? ചെമ്മീൻ. ഗാന്ധിജിയുടെ മരണത്തിൽ മനം നൊന്ത് വള്ളത്തോൾ രചിച്ച കാവ്യം ഏതാണ്? ബാപ്പുജി. മാവേലി നാടു വാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ഇത് ആരുടെ വരികൾ? സഹോദരൻ അയ്യപ്പൻ. ഇനി നിങ്ങൾക്കായൊരു ചോദ്യമുണ്ട്. ഉത്തരം അറിയുന്നവർ കമന്റ് ചെയ്യുക. മലയാള സാഹിത്യത്തിലെ പൂങ്കുയിൽ എന്നറിയപ്പെടുന്നതാരാണ്? താങ്ക് യു ഫോർ വാച്ചിങ്.